നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ ചില ചിന്തകൾ ഇരിപ്പുണ്ട്. അതിൻ്റെ പുറത്തു നിന്നുകൊണ്ട് നമ്മൾ ഒരു വിധി എഴുതുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്ന ഒരു രീതി. അത് അവരുടെ പ്രവൃത്തിയിലൂടെ താഴെക്കടയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്ത ഒരാളാണ്. ഞാൻ എക്സ് സർവീസ്മാനാണ്. ഞാൻ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു മാനേജറാണ്. അവിടെ ജാംനഗർ സിറ്റിയിൽ ഒരു ഭിക്ഷക്കാരനില്ല. ഇവിടുത്തെ മണ്ണ് BJP-ക്ക് അനുകൂലമല്ലേ? അനുകൂലമാണ്. ആണ്. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും ഹാട്രിയിലൂടെ. ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്. എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ BJP പച്ച പിടിക്കാത്തത്? അല്ല, പച്ച പിടിക്കും. അത് എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ചിന്തകൾ മാറണം. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ മാറുന്നതല്ല. നമ്മൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഇത് ഈ നമ്മുടെ മനസ്സിൻ്റെ മാറ്റം എന്ന് പറയുന്നത് പതുക്കെ പതുക്കെയാണ് മാറുണ്ടാകുന്നത്. നല്ല രീതികളും നല്ല ചിന്തകളും ഒരു എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിൽ ഒരു വർഗീയതയില്ല, അങ്ങനെ യാതൊന്നുമില്ല എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആരുണ്ട് അതിലേറ്റവും നല്ലത് എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിലോട്ട് കിടന്നത്. അപ്പം അങ്ങനൊരു ചിന്ത വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും പച്ച പിടിക്കും. അപ്പോൾ എന്തൊക്കെയോ ചില ഈ പ്രീ ഒക്കുപ്പേഷൻ ഓഫ് മൈൻഡ്, നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ ചില ചിന്തകൾ ഇരിപ്പുണ്ട്. അതിൻ്റെ പുറത്തു നിന്നുകൊണ്ട് നമ്മൾ ഒരു വിധി എഴുതുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്ന ഒരു രീതി. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റമുണ്ട്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഒന്നും സ്ഥിരമായിട്ടൊന്നും ഇല്ലല്ലോ. പണ്ട് നമ്മുടെ ഇന്ത്യ ആര് ഭരിച്ചുകൊണ്ടിരുന്നു, ഇപ്പോൾ ആര് ഭരിക്കുന്നു, ഇനി എങ്ങനെ പോകുന്നു, ഇതൊക്കെ ഇതിനകത്ത് പ്രകടമാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും ഇതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകും. പക്ഷേ കാലക്രമേണ നല്ല ഈവൻ തന്നെ BJP അവരുടേതായ പ്രീണനങ്ങളൊന്നുമില്ലാതുള്ള പ്രവൃത്തി അവരിലേക്ക് വരികയാണെങ്കിൽ അത് ജനങ്ങൾക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പം എനിക്കും ആരും പ്രീണിപ്പിക്കുന്ന ഒന്നല്ല ഇവരുടെ കാഴ്ചപ്പാട് എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ ആ ഒരു പരിഗണനയിലേക്ക് പോകും. നമുക്ക് ചിലപ്പോൾ പരിഗണനയ്ക്ക് പോകാത്ത മറ്റു പല ചിന്തകൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഞാൻ അങ്ങനെ മറ്റു ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ആ നല്ല കാര്യങ്ങളെ മറ്റു പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഒഴിവാക്കപ്പെടും ചിലപ്പോൾ. അപ്പം അതുകൊണ്ട് നമ്മളുടെ അതാണ് ഞാൻ പറഞ്ഞത്, പ്രീ ഒക്കുപ്പേഷൻ ഓഫ് മൈൻഡ്. അതല്ല എന്നുള്ള ഒരു തോന്നൽ അവർ പ്രവൃത്തിയിലൂടെ, വാക്കിലൂടെ മാത്രം പറഞ്ഞാൽ പോരാല്ലോ, പ്രവൃത്തിയിലൂടെ നമുക്ക് ആർക്കും പ്രസംഗിക്കാമല്ലോ. അത് അവരുടെ പ്രവൃത്തിയിലൂടെ താഴെക്കടയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. കാര്യം ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെ തന്നെ, ഇതിനു മുൻപുള്ള പ്രധാനമന്ത്രിമാരെ ഇതുപോലെ തന്നെ അതാത് കാലഘട്ടങ്ങളിൽ ഓരോ അംഗീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം എത്രയോ 100-200 വർഷം ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് നമ്മുടെ എല്ലാം ഊറ്റിക്കൊണ്ട് പോയതാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സീറോയിൽ നിന്നാണ്. ആ സീറോയിൽ നിന്നാണ് നമ്മൾ എന്തെങ്കിലുമായി കയറി വന്നത്. അപ്പം നമ്മുടെ നമുക്കിവിടെ 70 കാലഘട്ടങ്ങളിൽ നമ്മുടെ നോ റൈസ് ഇൻ ദ കൺട്രി എന്നാണ് പറയുന്നത്. രാജ്യത്ത് അരിയില്ലാത്തൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്നും പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നു, നമ്മുടെ വർഗീസ് സാറിൻ്റെ ധവള വിപ്ലവം കൊണ്ടുവന്നു. ഇങ്ങനെ ഓരോരോ കൊണ്ടുവന്ന അന്നത്തെ പ്രധാനമന്ത്രിമാരുടെയും നല്ല ചിന്തകരുടെയും കാഴ്ചപ്പാടുകളാണ് നമ്മുടെ രാജ്യത്ത് പുനഃ ഉണ്ടായിക്കൊണ്ടിരുന്നത്. പിന്നീട് രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി വന്നപ്പോൾ ടെക്നോളജി പരമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് വന്നു. ഇപ്പം വന്ന പ്രധാനമന്ത്രി വീണ്ടും വേറെ കാഴ്ചപ്പാടിലേക്ക്, ഇനി വേറൊരു പ്രധാനമന്ത്രി വന്ന് വരുമ്പോഴും വീണ്ടും വേറെ കാഴ്ചപ്പാടുകളിലേക്ക് പോകും. അത് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം അത്യാവശ്യമായിട്ടുള്ള. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ആ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് പച്ച പിടിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിൽ നമ്മുടെ മനസ്സിൽ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ചില ചിന്തകൾ കിടക്കുന്നത് കൊണ്ടാണ്. അത് മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കാര്യം സമാനമായൊരു ഭരണം ഇവിടെ വന്നെങ്കിൽ മാത്രമേ നമുക്കും ആനുപാതികമായിട്ട് നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. വികസനങ്ങൾ കൂടുതൽ വരണമെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ഒന്നെങ്കിലേ ഒക്കെ നമ്മളിത് പറയുന്നെങ്കിൽ, പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സമാനമായ വികസനം നമ്മുടെ രാജ്യത്തും ഉണ്ടാകും. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്ത ഒരാളാണ്. ഞാൻ എക്സ് സർവീസ്മാനാണ്. ഞാൻ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു മാനേജറാണ്. എൻ്റെ പേര് അലക്സ് എന്നാണ്. അപ്പം ഞാൻ ഇവിടെ വേറൊരു ആവശ്യത്തിന് എൻ്റെ മകളുടെ ഒരു ആവശ്യമായിട്ട് വന്നപ്പോൾ ഇച്ചിരി സമയമുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാനൊരു ബാസ്കറ്റ്ബോൾ പ്ലെയറാണ്. ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഗുജറാത്തിൽ ഞാൻ 87 മുതൽ 90 വരെ ഗുജറാത്തിലെ ജാംനഗർ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. അവിടെ ജാംനഗർ സിറ്റിയിൽ ഒരു ഭിക്ഷക്കാരനില്ല. ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരു ഭിക്ഷക്കാരനെ നമുക്കവിടെ കാണാൻ പറ്റത്തില്ല. കാരണം അവിടെ എല്ലാം കുടിൽ വ്യവസായങ്ങളാണ്. ഇപ്പോൾ ബ്രാസ് സിറ്റി ജാംനഗറിനെ ബ്രാസ് സിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പിത്തളയുടെ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന പല പല കാര്യങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഒരു കമ്പനി ഒരു മെഷീനും വെച്ച് ചില സാധനങ്ങൾ ഉണ്ടാക്കും. അത് വേറൊരു കമ്പനി വേറെ ഉണ്ടാക്കും. ഇത് ഒരാൾ ക്രോഡീകരിച്ച് ഇത് അസംബിൾ ചെയ്യുന്ന ഒരാൾ അത് മാനുവലായിരിക്കും കൂടുതൽ അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ ടെൻ്റ് അടിച്ച് റോഡ് സൈഡിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്.
ഇവർ രാവിലെ വന്ന് ഈ കമ്പനി വന്ന് അതിൻ്റെ എണ്ണം അനുസരിച്ച് ഓരോ കമ്പനിയിൽ നിന്ന് മേടിച്ച് ഇവിടെ കൊണ്ടു കൊടുക്കും. ഇവർ ഭാര്യയും ഭർത്താവും കുട്ടികളും എല്ലാവരും കുത്തിരുന്ന് ഉണ്ടാക്കി വൈകിട്ടാകുമ്പം ലയാൾ വന്നാൽ തിരിച്ചു കൊണ്ടുപോകും. അവർക്കും വീക്കെൻഡിൽ ശമ്പളം കിട്ടും, നല്ലൊരു കിട്ടും. എല്ലാ ഞായറാഴ്ചയും ജാംനഗറിൽ ഒരു ലേക്കുണ്ട്, എല്ലാവരും അവിടെ കാണും. ഈ കുടിലിരുന്ന് ചെയ്യുന്ന ടെൻറ്റിനകത്ത് താമസിക്കുന്നവൻ ഉൾപ്പെടെ അവിടെ വന്ന് നമുക്കത് കാണുവാൻ സാധിക്കും. അവർ ആ ഒരു ദിവസം എൻജോയ് ചെയ്യാണ്. അതാണ് ജാംനഗർ. ഞാൻ അന്ന് കണ്ടതാണ്, 87 കണ്ടതാണ്. 87-88 ജാംനഗർ. അന്ന് അവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ കിടക്കുകയാണ്. ആര് വ്യവസായം കൊണ്ട് തുടർന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ. ഞാൻ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോൾ എനിക്ക് അവിടെ തന്നെ ജോലി തരാമെന്ന് പറഞ്ഞാണ്. അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ അന്ന് അവർക്ക് ഇംഗ്ലീഷിൻ്റെ വശം ഇച്ചിരി കുറവാണ്. ഇംഗ്ലീഷ് വശം കുറവായതുകൊണ്ട് ഇംഗ്ലീഷ്, ഞങ്ങൾ എയർഫോഴ്സിലെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഞങ്ങൾ എന്നൊക്കെ എയർഫോഴ്സുകാരൊക്കെ ഇച്ചിരി ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നമുക്ക് വിളിച്ച് ജോലി തരികയാണ്. അതായിരുന്നു അന്നത്തെ ജാംനഗർ. അന്നൊന്നും അന്ന് ഞാൻ അവിടെ നിന്ന് ഇവിടെ ടെസ്റ്റ് എഴുതിയാണ് ബാങ്കിൽ പിന്നെ ജോലി ചെയ്ത് കയറിയത്. പക്ഷേ നമുക്കത് ബുദ്ധിമുട്ടിയാണ് നമുക്കിവിടെ ബാങ്കിൽ ജോലി കിട്ടിയത്. പക്ഷേ അവിടെ നമ്മൾ വിളിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ വികസനം ഇന്നും അവിടെ ഉണ്ട്. മുന്നോട്ടേ പോയിട്ടുള്ളൂ അല്ലേ? പിന്നെ എത്രയോ മടങ്ങ് മുന്നോട്ട് പോയിട്ടുണ്ട്, യാതൊരു സംശയം. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യ അപേക്ഷിച്ച് സൗത്ത് ഇന്ത്യയിലാണ് കുറച്ച് BJP വിരോധം എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മണ്ണ് BJPക്ക് അനുകൂലമല്ലേ? അനുകൂലമാണ് ആണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, ആ താഴേക്കിടയിൽ കിടക്കുന്ന ഈ പ്രവർത്തകര്, ഇപ്പം എനിക്കിപ്പോൾ എല്ലാ പാർട്ടിയും, നമുക്കൊരു പാർട്ടി ഇല്ലെങ്കിലും എല്ലാ പാർട്ടിയുമായിട്ട് നമ്മൾ സഹകരിക്കുന്ന ഒരാളാണ്. അപ്പം അവർ വരുമ്പോൾ അവരോട് എല്ലാ കാര്യത്തിലും നമ്മൾ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ചില വാർത്തകളും ചില കാര്യങ്ങളും കാണുന്ന മാധ്യമങ്ങളിലൂടെ, ദൃശ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്ന നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് കൊണ്ടാണ് നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ. അല്ലെങ്കിൽ നല്ല ഭരണമാണ്, ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, യാതൊരു സംശയമില്ല, ഒരു സംശയമില്ല. വർഗീയത എന്നുള്ളൊരു കാര്യം അതിനെ നമ്മൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് തെളിച്ച് പറയുന്നില്ലെങ്കിലും ചെറുതായിട്ട് എവിടേക്കോ ഉണ്ട്. പക്ഷെ അതൊരു തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ജനങ്ങളുടെ ഇടയിലേക്ക്. ഈവൻ തന്നെ ഇപ്പം ക്രൈസ്തവരുടെ ഇടയിൽ നിന്ന് ഒരുപാട് പേര് ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഒരു വശത്ത് ഇതും ഒരു വശത്ത് വേറൊന്നും കാണുമ്പോഴാണ് അവിടെ ഈ കോൺട്രഡിക്ഷൻ വരുന്നത്. ആ കോൺട്രഡിക്ഷൻ വരുമ്പോൾ ജനങ്ങൾ ഒന്നുകൂടി ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. ഈവൻ തന്നെ ഞാൻ ഉൾപ്പെടുന്ന ക്രൈസ്തവ സഭയിലെ വേലധ്യക്ഷന്മാരുമായിട്ടൊക്കെ ഇവർ നല്ല റിലേഷനാണ്. അപ്പോൾ അവർക്ക് ആ ഒരു കാഴ്ച, അതാണ് വരേണ്ടത് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് വരെ ഒരു ആംഗിളിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അത് കാണുമ്പം അവരിലുള്ളവർ തന്നെ ചെറു ചോദിക്കുന്നത് മറ്റേതെന്താണ് ഇങ്ങനെ, അതിനൊരു കോൺട്രഡിക്ഷൻ അവിടെ വരുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ലേശം പിന്നോക്കം പിടിക്കുന്നതാണ്. അത് അല്ല എങ്കിൽ ഇവിടെ പച്ച പിടിക്കും. അപ്പം നമ്മൾ ഇപ്പം സുരേഷ് ഗോപി സാറിന് നോക്കുമ്പം പുള്ളിക്ക് മതമൊന്നുമില്ല. പുള്ളിക്ക് സമൂഹത്തോട് പ്രതിബദ്ധതയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരാളാണ്. പക്ഷെ അവിടെയും പുള്ളിക്ക് ചിലപ്പോൾ കാല് വാരാൻ പലരും അവരുടെ പാർട്ടിയിലും കാണും, അല്ലാത്തവരൊക്കെ കാല് വാരാൻ കാണും. ആസ് എ മാൻ ഒരു വളരെ നല്ല മനുഷ്യനാണ്. അവരൊക്കെ ജയിച്ചു വരേണ്ടവരാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് പുള്ളിക്കാരൻ്റെ ജയിച്ചു വരേണ്ട ഒരാളാണ്, ജയിച്ചു വരേണ്ടവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും സമയമെടുക്കും, ചിലപ്പോൾ അല്ലേ സമയമെടുക്കും. പക്ഷെ ഈ ഒരു കാഴ്ചപ്പാട് ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാണ്. അപ്പോൾ ഒരു മതത്തിനെതിരെ കൂടുതൽ ഇതുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറിക്കഴിഞ്ഞു. അത് സ്ലൈറ്റ്ലി അവരെ കൊണ്ട് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു മതത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുള്ള വികാരം, നമ്മുടെ രാജ്യം അതല്ലല്ലോ, മതേതരമാണല്ലോ, നമ്മൾ മതേതരമാണ്. അപ്പോൾ ആ ഒരു ചിന്ത നമ്മൾ പ്രസംഗത്തിലൂടെ എല്ലാവർക്കും താമസിക്കാമെന്ന് പറയുകയും മറ്റൊരു വശത്തിലൂടെ നീ ചെയ്തോ, ഓക്കെ അതേ കൊണ്ടുപോയിക്കോ എന്ന് പറയുകയും ചെയ്യുന്ന ആ ഒരു മനോഭാവത്തിനൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു.